ഹായ് ഹലോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഫ്രണ്ട് സ്ലിറ്റഡ് അനാർക്കലി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 3.5 മീറ്റർ തുണിയാണ്. 3.5 മീറ്റർ തുണി കൊണ്ട് ഒരു മീഡിയം സൈസ് വരെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും. അതിൽ കൂടുതൽ വേണ്ട. പിന്നെ മീഡിയത്തിന് മേളിലേക്ക് വരാൻ നേരത്ത് ഒരു 4 മീറ്റർ ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ തുണി എടുത്തത് ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ യോക്ക് പോർഷനാണ്. യോക്ക് പോർഷന് വേണ്ടിയിട്ട് ഞാൻ 13.5 ഇഞ്ച് നീളമാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ യോക്ക് പോർഷനാണ് എനിക്ക് 13.5 ഇഞ്ച് എന്ന് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തോരാണോ ഇറക്കം ഈ യോക്ക് പോർഷന് വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ വീതി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 10.5 ഈ 10.5 വരുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ നേരത്ത് കിട്ടുന്ന എമൗണ്ടിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടുന്നതാണ് നമ്മുടെ ചെസ്റ്റ് സൈസ് കേട്ടോ. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന 10.5. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഷോൾഡറിന്റെ അളവ് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഞാൻ 6.5 ഇഞ്ച് വരെ താഴത്തേക്ക് എടുത്തിട്ട് അതിങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുകയാണ്. ആ 10.5 ഇഞ്ചിന്റെ അവിടെ കണ്ടോ, അതെ 10.5 ഇഞ്ച്. അപ്പോൾ അതെ ഇതുപോലെ നമ്മളൊരു എൽ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഹോളിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഒരു കെർവ് പോലെ നമ്മൾ എൽ ഷേപ്പിൽ വരച്ച് വെച്ചേക്കുന്നത് ഇതുപോലെ ഒന്ന് കെർവ് പോലെ ആക്കി കൊടുക്കണം. ഞാനൊരു 1.25 ഇഞ്ചാണ് അവിടെ നിന്ന് ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ 1.25 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ആ 1.25 ഇഞ്ചിന്റെ അതിലേ കൂടി നമ്മളത് കെർവാക്കി ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 1.25 ഇഞ്ച് എടുത്തേക്കുന്നത്. മീഡിയം സൈസുകാരൊരു 1.5 ഇഞ്ച് എടുക്കണം കേട്ടോ. ലാർജ് വരെ 1.5 ഇഞ്ച് എടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിന്റെ ആ ഒരു പോർഷൻ 9 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ പോർഷനിലെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ 13.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഒരു പോർഷന്റെ അവിടെ വെച്ച് നിങ്ങൾ റൗണ്ടിൽ അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 4. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു 30 ഇഞ്ചാണ് കിട്ടിയതെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം കേട്ടോ. അപ്പം കിട്ടുന്ന ആ ഒരു തുകയുണ്ടല്ലോ, ആ തുകയുടെ കൂടെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാനൊരു എക്സ്ട്രാ ഒന്ന് കയറ്റി വരച്ചിട്ടുണ്ട് ആ സൈഡിൽ മാത്രം. അതൊരു 3/4 ഇഞ്ചോളം ഞാൻ കയറ്റി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയറ്റി വരച്ചു കൊടുത്തില്ലെങ്കിൽ 2 സൈഡിലും തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മേളിലേക്കൊന്ന് കയറ്റി വെട്ടുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വരയിൽ കൂടെ എല്ലാം നമുക്ക് വെട്ടിയെടുക്കാവേ. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഞാനിപ്പം നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നെക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് 6 ഇഞ്ച് താഴത്തേക്ക് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡിസൈൻ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഇത് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം സൈഡിൽ ഇത് ഇതുപോലെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കയറ്റി കൊടുക്കണം. അങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കഴുത്താണ്, ഈ കഴുത്തിന്റെ പേര് എനിക്കറിയത്തില്ല, ഈ ഒരു കഴുത്താണ് ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു വി പോലെ വന്നിട്ട് സ്ക്വയറും വിയും കൂടെ വരുന്ന പോലത്തെ ഒരു കഴുത്തില്ലേ, ഈ ഒരു കഴുത്താണ് ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തേക്കുന്നത്, ഈ കഴുത്തെ. അപ്പൊ ഇത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഇറക്കം നിങ്ങൾ എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ കഴുത്തിന്റെ ആ ഒരു ഇറക്കം എടുക്കേണ്ടത്. ഞാൻ 6 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ 6.5 വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ 6.5 വെച്ച് എടുക്കണം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ബാക്കിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ വീതി എടുത്തേക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്. താഴത്തേക്കുള്ള ഇറക്കം ഞാൻ ഒരു 4 ഇഞ്ചാണ് എടുത്തേക്കണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിനൊക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ കയറി ഇരുന്നോട്ടെ എന്ന് ഓർത്ത് 4 ഇഞ്ചാണ് താഴത്തേക്ക് ഇറക്കി കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം അത് ആ ഒരു വരയെ കൂടി നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ യോക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി യോക്ക് പോർഷനിൽ മാത്രം ഞാൻ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റ് ലൈനിങ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലൈനിങ് പീസ് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ വല്ല കഷ്ണം തുണിയായിട്ടുള്ള ലൈനിങ് വല്ലതും ഉണ്ടെങ്കിൽ അത് വല്ലതും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് യോക്ക് പോർഷനിൽ മാത്രം നമ്മൾ ലൈനിങ് വെക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഇനി സെപ്പറേറ്റ് വാങ്ങാനൊന്നും നിൽക്കണ്ട. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഒരു മാക്സിമം ഒരു 3/4 മീറ്ററോളോ വല്ലതൊക്കെ വാങ്ങിയാൽ മതിയായിരിക്കും കേട്ടോ ലൈനിങ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കിന്റെ ലൈനിങ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മടക്കിയിട്ട പോലെ തന്നെ 4ആയിട്ട് മടക്കിയിടുവാണ്. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഞാൻ 8.5 ഇഞ്ച് വീതിയാണ് കേട്ടോ എടുക്കുന്നത്. 8.5 ഇഞ്ച് എനിക്ക് 8.5 ഇഞ്ച് മതി. കാരണം നമ്മൾ ചെസ്റ്റിന്റെ അവിടെ
10.5 ഇഞ്ചാണ് എടുത്തിരുന്നത്. ആ 10.5-ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് എനിക്ക് 8.5 ഇഞ്ച് മതി ആംഹോളിന്റെ ആ ഒരു പോർഷനിൽ. നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചെടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ 12 ഇഞ്ചാണ് നിങ്ങൾ ചെസ്റ്റിന്റെ അവിടെ എടുക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ചൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ വീതി. അങ്ങനെ വീതി എടുത്തതിന് ശേഷം ആ സൈഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഒരു എസ് ഷേപ്പിൽ നമ്മൾ അങ്ങോട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. എസ് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഞാൻ താഴെ ഞാൻ ഫുൾ സ്ലീവ് ആണ് വെക്കുന്നത്. അപ്പം നല്ല ലെങ്ത് ഉള്ള ഫുൾ സ്ലീവ് കുറച്ച് ചുരുക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള നീളം നമ്മൾ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ നമ്മൾ 4 ഇഞ്ചാണ് അവിടുന്ന് കുഴിച്ചു വെട്ടിയേക്കുന്നത്. 4 ഇഞ്ച് കുഴിച്ചു വെട്ടിയതിന് ശേഷം ഇതേപോലെ ഏറ്റവും താഴത്തെ പോർഷനിൽ ഞാൻ 5 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത്. ആ ഒരു റിസ്റ്റിന്റെ ആ ഒരു പോർഷനിൽ 5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ആ 5 ഇഞ്ചിൽ നിന്ന് നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കണ 8.5 ഇഞ്ചിന്റെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമ്മളിത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് 21 ഇഞ്ചാണ് എനിക്കിതിൽ കിട്ടിയേക്കുന്നത്. പക്ഷെ എനിക്കൊരു 24 അല്ലെങ്കിൽ ഒരു 25 ഇഞ്ചെങ്കിലും വേണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ചുരുക്ക് വേണമെന്നുണ്ട് കൈയുടെ അറ്റത്ത്. അപ്പോൾ ചുരുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 25 ഇഞ്ചെങ്കിലും വേണം. അപ്പം ഞാൻ ആ 21 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 4 ഇഞ്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തുണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെട്ടിയെടുക്കുവാണ്. 5 ഇഞ്ച് വീതിയാണ് നമ്മൾ ആ ഒരു റെസ്റ്റിന്റെ പോർഷനിൽ നേരത്തെ എടുത്തിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 5 ഇഞ്ച് വീതി അതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് മടക്കി അടിക്കാനുള്ളതും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു 5 ഇഞ്ച് മറ്റേ നീളവും 5 ഇഞ്ച് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. നീളവും വീതി 5 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ആ സ്ലീവിന്റെ താഴത്തേക്ക് ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സ്ലീവും യോക്കും കട്ട് ചെയ്തതിന് ശേഷം തുണി എന്തോരം ബാക്കിയുണ്ടെന്ന് ഞാൻ അളന്ന് നോക്കുവാണേ. അപ്പോൾ എനിക്കൊരു 2.5 മീറ്ററോളം ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2.5 മീറ്റർ തുണി ഞാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിങ്ങനെ മടക്കി 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. 4ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38 ഇഞ്ച് മതി എനിക്ക്. ആ ഒരു താഴത്തെ ആ ഒരു പോർഷൻ യോക്ക് കഴിഞ്ഞ് താഴത്തേക്ക് നമ്മൾ ഫ്രിൽസ് ഇട്ട് ഗ്യാദേഴ്സ് ഇട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ടല്ലോ, അനാർക്കലിയുടെ ഏറ്റവും താഴത്തെ പോർഷൻ, സ്കേർട്ടിന്റെ പോർഷൻ പോലത്തെ ആ പോർഷൻ. അപ്പൊ അവിടെ എനിക്ക് ഇത്ര നീളം മതി, 38 ഇഞ്ച് മതി നീളം എനിക്ക്. അതുകൊണ്ട് ഞാനത് മടക്കിയിട്ടതിന് ശേഷം എക്സ്ട്രാ വരുന്നത് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയതാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റിന് അനുസരിച്ച് ആ തുണി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചേക്കണ തുണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ്. അതിങ്ങനെ ഒരു ലൈനിങ് പീസിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ മൊത്തത്തിൽ ഈ തുണിയാണെങ്കിൽ പോളിസ്റ്റർ മിക്സ് തുണിയാണ്. അപ്പോൾ അതൊന്ന് തളോ പുളോ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ വെച്ചിട്ട് ഇതേപോലെ കോട്ടൺ ലൈനിങ് അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കഷ്ണം തുണി ഇങ്ങനെ എടുത്തേക്കുവാണ്. ഫ്രണ്ട് കഴുത്തിൽ വെച്ച് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതപ്പം നമ്മളവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിന്റെ എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ സ്ലീവിന്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒറ്റ സ്ട്രെച്ചിൽ 25 ഇഞ്ച് നിങ്ങൾക്ക് എന്തോരാണോ സ്ലീവ് വേണ്ട, ഇപ്പം 25 ഇഞ്ചാണ് ഒറ്റ സ്ട്രെച്ചിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ അതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എനിക്കിവിടെ ഞാൻ തുണി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയത് കൊണ്ടാണ് ഇതേപോലെ ഒരു കഷ്ണം തുണി വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അത് കാണുമ്പോൾ മനസ്സിലാവത്തൊന്നുമില്ല, അറിയത്തൊന്നുമില്ല ഇങ്ങനത്തെ പ്രിന്റ് ആയതുകൊണ്ട്. അപ്പം വേറെ തുണിയൊക്കെ ആണെങ്കിൽ മനസ്സിലാവുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യരുത് കേട്ടോ. മനസ്സിലാവാത്ത തുണി ആയതുകൊണ്ട് ഇതുപോലത്തെ ഉടായ്പ പരിപാടിയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിങ്ങനെ ചുരുങ്ങി കിടക്കുന്ന പോർഷൻ അല്ലേ, അപ്പോൾ അതൊട്ടും മനസ്സിലാവത്തില്ല. 2 സ്ലീവ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതേപോലുള്ള അലുക്കുലത്ത് പരിപാടിയൊക്കെ തീർത്ത് വെക്കും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത്, പിന്നെ മടക്കി അടിക്കാനുള്ള ഭാഗങ്ങളെല്ലാം മടക്കി അടിക്കും. ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, ലൈനിങ് ഉള്ള ടോപ്പിൻ്റെ ആണെങ്കിൽ ഇതേപോലെ മടക്കി അടിക്കാനുള്ളതെല്ലാം മടക്കി അടിച്ച് വെക്കും. ഇല്ലെങ്കിൽ ഇതിനിടയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള തയ്യലിലേക്ക് അങ്ങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റം മടക്കി അടിക്കാനൊക്കെ ഞാൻ മറന്നുപോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ ആണ് ആദ്യം എടുത്തേക്കുന്നത്. ബാക്ക് പോർഷൻ നമ്മളത് ഇതുപോലെ ലൈനിങ്ങിന്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലൈനിങ്ങിലേക്ക് നല്ല വശം ചേർത്തിട്ട് കൊടുത്തേക്കുവാണ്. നല്ല വശം നമ്മുടെ ടോപ്പിന്റെ യോക്കിന്റെ പോർഷന് നല്ല വശം ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ അരികത്ത് കൂടി ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം റൗണ്ടിൽ നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ആ തയ്യലിൽ കൊള്ളാതെയാണ് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ചെടുത്ത് കഴിയാൻ നേരത്തുണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുവേ. ഇതുപോലെ നല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും ഇങ്ങനെ കയറി ഇറങ്ങിയൊന്നും നിൽക്കാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ കിട്ടും. അങ്ങനെ കിട്ടി മറിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ ബാക്ക് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാനത് തയ്ച്ചെടുത്തേക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. അപ്പം
75 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ തുണിക്ക്. അപ്പോൾ 75 രൂപയുള്ള തുണിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അടിപൊളി ഒരു അനാർക്കലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തയ്ക്കാനാണെങ്കിലോ അതിലും എളുപ്പം. നമ്മൾ ഇതൊന്നും കൊണ്ടുപോയി പുറത്തൊന്നും കൊടുത്ത് ആർക്കും പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെ, അപ്പം നമ്മൾ ബാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിന്റെ കഴുത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഇതേപോലെ കഴുത്ത് അടിച്ച് മറിച്ച് നല്ലൊരു പീസ് കൊണ്ട് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു യോക്ക് പോർഷന്റെ ബാക്ക് സൈഡിലേക്ക് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ പീസാണ് ആദ്യമേ തന്നെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്ത ആ ഒരു പീസ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് കഴുത്തിൻ്റെ കഴുത്ത് അടിച്ച് മറിച്ചെടുത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിൽ കൂടിയൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ തുണിയാണ് നമ്മൾ ഇനി മറിച്ചിടുന്നത്. കണ്ടല്ലോ, ഈ ഒരു പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ കഴുത്തടിച്ച് മറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു കേസിൽ നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്തടിച്ച് മറിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ത്രികോണയെന്നിരിക്കുന്ന ഈ ഒരു മുക്കും മൂലയൊക്കെ ഉണ്ടല്ലോ, അവിടെ വേണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് മര്യാദക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരത്തില്ല, നല്ല അടിപൊളി നീറ്റായിട്ട് നമുക്ക് തിരിഞ്ഞ് വരത്തില്ല. അപ്പം അങ്ങനെ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂലയിലൊക്കെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ റോ എഡ്ജൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മടക്കി അടിച്ച് നീറ്റാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അടിച്ച് അടിപൊളിയായിട്ട് സൈഡൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതിങ്ങനെ മറിച്ചെടുക്കാവേ. അപ്പം മറിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുത്തേക്കുന്ന തുണിയില്ലേ, ആ തുണികളാണ് കേട്ടോ ചേർത്ത് വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണതേ കണ്ടോ. ശ്രദ്ധിച്ച് നോക്കില്ലറിയാം, ഞാൻ ആ തുണിയിലാണ് അടിക്കുന്നത്, നമ്മുടെ ഒറിജിനൽ പീസിലല്ല കേട്ടോ അടിക്കുന്നത്. അതായത് നമ്മുടെ ശരിക്കുള്ള യോക്ക് പോർഷന്റെ ആ ഒരു കഴുത്തിന്റെ ആ ഒരു ഭാഗമില്ലേ, അവിടെ അല്ല പതിച്ചടിക്കുന്നത്. ഇത് ഉള്ളിലേക്ക് പോകുന്ന വശമാണ്, ആ ഒരു വശത്താണ് കഴുത്തടിച്ച് ഇങ്ങനെ പതിച്ചടിച്ച് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മറിച്ചെടുക്കാൻ നേരത്തുണ്ടല്ലോ, അതായത് ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് വെച്ച് തയ്ക്കുകയോ ഇതേപോലെ കട്ടിയുള്ള കോട്ടൺ തുണിയൊക്കെ നമ്മൾ അടിയിൽ വെച്ച് തയ്ച്ചെടുക്കാൻ നേരത്ത് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിൽ അവിടെ ഇങ്ങനെ പൊന്തിയിരിക്കും, അതായത് നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ മറിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ കഴുത്തൊക്കെ അടിച്ച് മറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു തുണിയില്ലേ, ആ ഒരു തുണി ഇതുപോലെ ഒന്ന് നമ്മൾ നിവർത്തിയിട്ട് കൊടുക്കണം ഫ്രണ്ട് പോർഷനെ. അപ്പോൾ ഫ്രണ്ടിന്റെ മേളിലേക്ക് നമ്മൾ ബാക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്തിട്ട് കൊടുത്തേക്കുവാണ്. ഫ്രണ്ടും ബാക്കും നമ്മൾ കറക്റ്റായിട്ട് ചേർത്തിട്ട് കൊടുക്കുമ്പോഴത്തേനും ഈ എക്സ്ട്രാ നമ്മൾ കഴുത്തടിച്ച് മറിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു പീസില്ലേ, ആ ഒരു പോർഷൻ തന്നെ നമ്മൾ ഇതേപോലെ നിവർത്തിയിട്ട് കൊടുത്തേക്കുമായിരിക്കും. ആ നിവർത്തിയിട്ട് കൊടുത്തേക്കുന്നത് അതിനെ കവർ ചെയ്തത് ഇതുപോലെ അങ്ങോട്ട് എടുക്കണമേ. ഇങ്ങനെയാണ് നമ്മൾ ഈ കൺസീൽഡ് ആയിട്ട് അടിക്കണത്. കൺസീൽഡ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോ എഡ്ജ് ഇങ്ങനെ സൈഡിൽ കാണാത്ത രീതിയിൽ നമ്മൾ അടിക്കത്തില്ലേ, അത് ഇങ്ങനെയാണ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകാഴികയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ലോ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എന്നാ ചെയ്തേക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ മേത്തൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ്, ഇത് കറക്റ്റ് ആണോ, ഇനി എനിക്ക് കഴുത്തിൻ്റെ ഇറക്കം കൂടി പോവോ, ഷോൾഡർ എക്സ്ട്രാ നിൽക്കുന്നോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇതേപോലെ നോക്കാറുണ്ട്. നിങ്ങളും ഇതേപോലെ നോക്കുന്നത് നല്ലതാണ്. ബിഗിനേഴ്സ് ആയിട്ടിരിക്കാൻ നേരത്ത് നമുക്ക് അതാണ് നല്ലത്. അപ്പം എനിക്ക് അധികം ഒന്നും വെട്ടിക്കളയാനൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഈ എക്സ്ട്രാ നിൽക്കുന്ന ലൈനിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സ്ലീവ് ഇതേപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ പിടിച്ചേച്ച് നമ്മൾ ആ ഒരു ജോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം അത് ഇതുപോലൊന്ന് ചേർത്തൊന്ന് വെച്ച് അടിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മുടെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 തവണ അടിച്ചു കൊടുക്കണം. ഇതേപോലെ 2 തവണ അടിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, 2 തവണ അടിച്ചു കൊടുത്തില്ല എങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പം മര്യാദക്ക് ഇതേപോലെ 2 തവണയൊക്കെ അടിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ അതേ നമ്മൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ അടിച്ച് തുടങ്ങേണ്ടത്, ഇല്ലെങ്കിൽ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്ററിൽ നിന്ന് വേണം സ്ലീവ് വെക്കുമ്പം അടിച്ചു തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ ഇതേപോലെയാണ് ശീലിച്ചേക്കുന്നത്, നിങ്ങളും ഇതേപോലെ തന്നെ ശീലിക്കണം, സെൻറ്ററിൽ നിന്ന് അടിച്ച് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്ലീവ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ 2 സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 സ്ലീവും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ കറക്റ്റ് ആ ഒരു അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ
ഈ ഒരു സമയത്താണ് ചെസ്റ്റൊക്കെ അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നെ ആ ഒരു യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, യോക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അളവ് നിങ്ങൾ എടുത്തതിന് ശേഷം, ഇപ്പം നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് 30 ആണെന്നിരിക്കട്ടെ, 30 ഡിവൈഡഡ് ബൈ 4 ആ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 4 നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. വയറിൻ്റെ ആ ഒരു പോർഷനിലും നിങ്ങൾ എത്രയാണോ, ഇപ്പോൾ ഒരു 29 ആണെന്നിരിക്കട്ടെ, 29 ഡിവൈഡഡ് ബൈ 4 കിട്ടുന്ന എമൗണ്ട് എന്താണോ അതങ്ങോട്ട് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തേച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ലൂസ് കുറച്ച് വേണം, ടൈറ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഇരിക്കണ്ട എന്നാണെങ്കിൽ നിങ്ങൾ 4 ഇഞ്ച് ലൂസോ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ 4 ഇഞ്ച് വല്ലതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ എടുക്കണം. ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ എടുത്തതിന് ശേഷം അത് നമ്മൾ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത് കേട്ടോ. ആം ഹോളിൻ്റെ റൗണ്ട് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്, കാരണം ഇത് 2 തട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ അതായത് സ്ലീവിൻ്റെ ആ ഒരു അറ്റത്ത് എത്രയാണോ വരുന്നത് എനിക്ക് ഈ ഒരു ലൂസ് വേണം, അപ്പോൾ ആ ഒരു ലൂസ് ഇട്ടിട്ടാണ് ഞാൻ അളന്നെടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അളന്നെടുത്തേച്ച് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യണത് കേട്ടോ. അപ്പം 4 മടക്കി ഇട്ടേക്കുന്ന സ്ഥലങ്ങളിലാണ് ഡിവൈഡഡ് ബൈ 4 വരുന്നത്. 2 മടക്കി ഇടുന്ന സ്ഥലങ്ങളിലെല്ലാം ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ ഡിവൈഡഡ് ബൈ 2 കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തുകേനെ ഇതുപോലെ അളന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നീ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, സെറ്റാണ്. പിന്നെ ഇതൊന്നും നോക്കാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അളവിലുള്ള ഒരു ചുരിദാറോ ടോപ്പോ നിങ്ങൾക്ക് കറക്റ്റ് ഭാഗമുള്ള ഏത് ഡ്രസ്സാണോ അതെടുത്ത് കൃത്യം ഇതിൻ്റെ പൊക്കത്തേക്ക് 2 മടക്കിയിട്ടതിന് ശേഷം അത് വെച്ച് അളക്കുന്നതായിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും ഉചിതം. നിങ്ങളപ്പോൾ ഈ മാത്സും കാൽക്കുലേഷനും ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ പൊക്കത്തേക്ക് മടക്കിയിട്ട് കൊടുക്കുക, അതിൻ്റെ അളവ് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ട് വരച്ചെടുക്കുക, സംഗതി കഴിഞ്ഞ്. ഭയങ്കര സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം നമ്മുടെ മാർക്കിങ്ങിൽ കൂടെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ആ ഒരു താഴത്തെ ആ ഒരു പോർഷനിൽ ഞാൻ 2 തവണയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ മാത്രമേ 2 തവണ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന തുണിയല്ല ഈ ഒരു സമയത്ത് ഞാൻ കട്ട് ചെയ്ത് കളയും. ഞാൻ എപ്പോഴും കുറച്ച് 2 ഇഞ്ചിനേക്കാളും കൂടുതൽ ഇടാറുണ്ട് കേട്ടോ തയ്യൽ തുമ്പ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേടിയാണ് 2 ഇഞ്ച് കുറവ് ഇടാൻ നേരത്ത് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും തുണി ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ തയ്യൽ തുമ്പ് ഇടാറുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഷേപ്പ് ചെയ്ത് ഇട്ട് നോക്കിയതിന് ശേഷം എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റും. പിന്നെ നമ്മൾ യോക്ക് പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ താഴത്തെ ആ ഒരു സ്കേർട്ട് പോർഷനാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ 2 മടക്കി അടിച്ച് നീറ്റാക്കി താഴത്തെ എഡ്ജ് ഫിനിഷ് ചെയ്ത് വെച്ചു. അങ്ങനെ ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് ഇതേപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്രിൽസ് ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം. അപ്പം ഫ്രിൽസ് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ആ ഒരു വയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 26 ഇഞ്ചാണ്. അപ്പം ഞാൻ കറക്റ്റ് 26 ഇഞ്ച് വരെ ഇതേപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കിയതാണ്. ഞാൻ ഇതിനകത്ത് വെച്ച് നോക്കുവാണ് കറക്റ്റ് അല്ലേന്ന്. അതായത് നമ്മൾ യോക്ക് പോർഷൻ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ യോക്ക് പോർഷനിലോട്ടാണല്ലോ ഇത് യോജിപ്പിച്ച് കൊടുക്കാൻ പോണത്. അപ്പം അതേലേക്ക് വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നത് കറക്റ്റ് അല്ലേന്ന്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം നമ്മളത് സെൻറ്റർ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. യോക്കിൻ്റെ സെൻറ്ററിലാണല്ലോ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ലിറ്റ് വരുന്ന കേസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഫ്രണ്ടിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി സ്ലിറ്റ് വരാത്ത കേസാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം ഒന്ന് ഇപ്പോൾ 26 ഇഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 26 ഇഞ്ച് നിങ്ങൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് റൗണ്ടിൽ അങ്ങോട്ട് ചേർത്ത് ഇതങ്ങോട്ട് അടിച്ച് യോക്ക് പോർഷനിലേക്ക് അങ്ങ് അടിച്ച് ചേർത്താൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന ആ ഒരു സംഗതി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം ഫ്രണ്ടിൽ സ്ലിറ്റ് ഇടാത്തവർക്ക് ഇത്രയും ചെയ്തതിന് ശേഷം സൈഡ് ഒന്ന് യോജിപ്പിക്കുക, മറ്റേതിലേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മതി. യോക്കിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, സിമ്പിൾ, കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സെൻറ്റർ സ്ലിറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കുറച്ച് ഭാഗം മാത്രം ഒരു 1 ഇഞ്ച് മാത്രം ഇതേപോലെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ അടയാളപ്പെടുത്തി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ സെൻറ്ററിലേക്ക് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വശം, കണ്ട, ഇവിടെയാണ് നമ്മൾ സ്ലിറ്റ് ഇട്ടത്. ഇത്രയും ഭാഗം വരെ നമ്മൾ അടിച്ച് വെച്ചേക്കുവാണ്, കണ്ടില്ലേ. ഇത് കറക്റ്റായിട്ട് ഈ ജോയിൻറ്റ് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ സെൻറ്റർ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, സെൻറ്റർ വരച്ച് വെച്ചേക്കുന്നതിലേക്ക് ഈ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിക്കാം. ഈ ഒരു അനാർക്കലി സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗം ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ഷമയോടെ അടിക്കണം. അതായത്
ചെയ്യാൻ പാടെന്നല്ല, നമ്മൾ കുറച്ച് ക്ഷമയോടെ നോക്കിയും കണ്ടും ചെയ്യണം. ഇത് കറക്റ്റ് അല്ലേ എന്ന് നോക്കി ഇതേപോലെ തുണി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സെന്ററിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ഷമയോടെ അടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് പോർഷനും താഴത്തെ ആ ഒരു പോർഷനും കൂടെ യോജിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഇവിടെ അവസാനിക്കുവാണ്. ആ ഒരു സൈഡ് മാത്രം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇനി. അപ്പം ഇതുപോലെ നമ്മളൊന്ന് ക്ഷമയോടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ട കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പതിയെ അടിച്ചെടുത്താൽ മതി. ധൃതി ഒന്നും വെക്കണ്ട ഈ ഒരു സമയത്ത്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഇത് ഒരുപാടൊന്നും ഓടിച്ചൊന്നും വീടിട്ടൊന്നുമില്ല. ഇത് ഒരു മണിക്കൂർ മതി മാക്സിമം നിങ്ങൾക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പയ്യനെ ഒന്ന് അടിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് സമയം എടുക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചടപടയെന്നും പറഞ്ഞ് അടിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു പോർഷൻ വരാൻ നേരത്ത് നമ്മളൊന്ന് കുറച്ചൊന്ന് ക്ഷമയോടെ മര്യാദക്കൊന്നൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ റൗണ്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു അറ്റം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ, അതായത് സെന്റർ സ്ലിറ്റിന്റെ അവിടെ നമ്മൾ ചുമ്മാ അങ്ങ് സ്ലിറ്റ് ഇട്ടെടുത്തേക്കുമായിരുന്നു. അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി അടിച്ച് എടുക്കണം കേട്ടോ. ഇങ്ങനെ മടക്കി അടിച്ച് മേള് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. രണ്ട് സൈഡും ഉണ്ട് ഇതേപോലെ, രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണവേ. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലിറ്റിന്റെ ഈ ഒരു ഭാഗവും കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാർക്കലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ അടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഞാനിതൊരു ജീൻസിന്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. ഈ ഒരു ട്രെൻഡി ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻസിന്റെ കൂടെ ട്രൈ ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്ലിറ്റ് ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചു. ബൈ.